രാജ്യത്തെ ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നുവെന്നും മുസ്ലിങ്ങൾ കൂടുന്നുവെന്നും പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ വന്ന റിപ്പോർട്ടിനെ ചൊല്ലി ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ വാക്പോരും തുടങ്ങി. 1950 മുതൽ 2015 കാലത്ത് ഹിന്ദു ജനസംഖ്യയുടെ വിഹിതം 7.82% കുറഞ്ഞെന്നാണ് റിപ്പോർട്ട്. മുസ്ലിങ്ങളുടേത് 1950 9.84%, 2015 14.09%. ക്രിസ്ത്യൻ ജനസംഖ്യ 2.24% നിന്ന് 2.36%. ഭൂരിപക്ഷ ജനസംഖ്യയുടെ കുറയുന്നതും ന്യൂനപക്ഷങ്ങൾ വർദ്ധിക്കുന്നതും നയപരിപാടികളും രാഷ്ട്രീയ തീരുമാനങ്ങളും സാമൂഹിക പ്രക്രിയകളും ശരിയായ ദിശയിലാണെന്ന് തെളിയിക്കുന്നതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അയൽ രാജ്യങ്ങളെ അപേക്ഷിച്ച് ന്യൂനപക്ഷങ്ങൾ കൂടുന്നത് ഇന്ത്യയിൽ വൈവിധ്യം വളർത്തുന്നതിൽ അനുകൂലമാണെന്ന് തെളിയിക്കുന്നതായും മതന്യൂനപക്ഷങ്ങളുടെ വിഹിതം രാജ്യമെമ്പാടുമുള്ള അവലോകനം എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ടിൽ പറയുന്നു. EACPM അംഗം ഷാമിക രവിയുടെ നേതൃത്വത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ജൈനർ 0.45% നിന്ന് 0.36%. സിഖുകാർ 1.24% നിന്ന് 1.85%. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഭൂരിപക്ഷം മതവിഭാഗം വർദ്ധിച്ചു. ബംഗ്ലാദേശിൽ 18%, പാകിസ്ഥാനിൽ 10% മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചു. എന്നാൽ 2011 ശേഷം രാജ്യത്ത് സെൻസസ് നടന്നിട്ടില്ലാത്തതിനാൽ 2015 കണക്കുകൾ ചേർത്തിരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമല്ല. BJP വിദ്വേഷ പ്രചാരണം നടത്തുകയാണെന്ന് RJD നേതാവ് തേജസ്വി യാദവ് വിമർശിച്ചു. 2021 നടത്തേണ്ട സെൻസസ് ഇതുവരെയായിട്ടും നടത്താത്ത കേന്ദ്രം തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വർഗീയ വിഷയങ്ങൾ ഉയർത്തുകയാണ്. 10 വർഷം ഭരിച്ചിട്ട് ജനക്ഷേമത്തിന് ഒന്നും ചെയ്യാതിരുന്ന മോദി സർക്കാർ വീണ്ടും ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുകയാണെന്നും തേജസ്വി കുറ്റപ്പെടുത്തി. പൊതു തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ റിപ്പോർട്ട് പുറത്തുവന്നതിന്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്ത് CPI ജനറൽ സെക്രട്ടറി D. രാജ ഹിന്ദു മുസ്ലിം പ്രചാരണം നടത്തി ഭിന്നിപ്പുണ്ടാക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നതെന്നും ആരോപിച്ചു. സാമ്പത്തികമായും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും പ്രധാനമന്ത്രിക്കും സർക്കാരിനും ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്ന ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് PMEAC. കൌൺസിൽ അംഗം ഡോക്ടർ ഷാമിക രവിയും യുവ പ്രൊഫഷണലായ എബ്രഹാം ജോസും കൺസൾട്ടന്റായ അപൂർവ് കുമാർ മിശ്രയുമാണ് ഡാറ്റ വിശകലനം ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അടിത്തട്ടിൽ നിന്ന് പരിപോഷിക്കുന്ന അന്തരീക്ഷവും സാമൂഹിക പിന്തുണയും നൽകാതെ സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ നൽകുക സാധ്യമല്ല. ഉദാഹരണമായി ന്യൂനപക്ഷങ്ങൾക്ക് നിയമപരമായി നിർവചനമുള്ളതും ഭരണഘടനാപരമായി സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അവകാശങ്ങൾ നൽകുന്നതുമായ ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഈ പുരോഗമന നയങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്ഥാപനങ്ങളും ഇന്ത്യക്കുള്ളിലെ വർദ്ധിച്ചു വരുന്ന ന്യൂനപക്ഷ ജനസംഖ്യയെ പ്രതിഫലിപ്പിക്കുന്നു. പഠനം പറയുന്നതനുസരിച്ച് 1950 2015 ഇടയിൽ ഹിന്ദു മതവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായ ജനസംഖ്യ ഇടിവിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി BJP രംഗത്തെത്തിയിരിക്കുന്നത്. 1950 2015 ഇടയിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ 7.8% ഇടിവുണ്ടായി. ഇതേ കാലയളവിൽ മുസ്ലിം ജനസംഖ്യ 43% വർദ്ധിച്ചു. പതിറ്റാണ്ടുകൾ നീണ്ട കോൺഗ്രസ് ഭരണം നമ്മോട് ചെയ്തത് ഇതാണ്. ഇവരെ ഭരിക്കാൻ വിട്ടാൽ ഹിന്ദുക്കൾക്ക് ഒരു രാജ്യമുണ്ടാകില്ല. BJP നേതാവ് അമിത് മാളവ്യ എക്സിൽ കുറിച്ചു. ഹിന്ദുക്കളുടെ ജനസംഖ്യയിൽ കുറവുണ്ടായത് ആശങ്കാജനകമാണെന്ന് ബഗുസാരയിലെ BJP സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ ഗിരിരാജ് സിംഗ് പറഞ്ഞു. റോഹിംഗ്യകൾക്കും മറ്റു മുസ്ലിം ഭാഗങ്ങൾക്കും അഭയം നൽകിയതിനാലും അവരെ നിയന്ത്രിക്കാൻ ഇതുവരെ ഒരു ശ്രമവും നടത്തിയിട്ടില്ലാത്തതിനാലും ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും കോൺഗ്രസിനാണെന്ന് സിംഗ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.